2022 ഒക്ടോബർ 22-ന് ഈ യുവതി വിഷ്ണുപ്രിയ കൊല്ലപ്പെടുന്ന ദിവസം ഈ മുൻ സുഹൃത്തായിട്ടുള്ള ശ്യാംജിത്ത് യുവതിയുടെ വീട്ടിലേക്ക് കയറി വരുന്ന വീഡിയോ ദൃശ്യം വളരെ നിർണായകമായി അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പിന്നീട് കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കിയതാണ്. അതേസമയം തന്നെ വിഷ്ണുപ്രിയ തൻ്റെ പൊന്നാനിയിലുള്ള സുഹൃത്തിനെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിലാണ് ശ്യാംജിത്ത് വരുന്നത്. അപ്പോൾ ശ്യാംജിത്ത് വീട്ടിലേക്ക് വരും, ശ്യാമേട്ടൻ വന്നിട്ടുണ്ട്, തന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് യുവതി സുഹൃത്തിനോട് പറഞ്ഞു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ എഫ്ഐആറിൽ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പരാമർശിച്ചിരുന്നു. അപ്പോൾ ഇതുൾപ്പെടെ എന്തെല്ലാം തെളിവുകളാണ് ശ്യാംജിത്തിന് എതിരായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്? എങ്ങനെയായിരുന്നു ഇതിലെ വാദഗതികൾ പുരോഗമിച്ചത്? ബിനിലെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ശ്യാംജിത്ത് ഈ പറയുന്ന കൊലപാതകത്തിനായി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ വിഷ്ണുപ്രിയ മറ്റൊരു സുഹൃത്തുമായി വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് ഈ പറയുന്ന ശ്യാംജിത്തിനെ 13 സെക്കൻഡ് സമയം, വളരെ നിർണായകമാണ്, അത് തന്നെയാണ് ഈ കേസിൽ വളരെ നിർണായകമായി മാറിയിട്ടുള്ളത്. ആ 13 സെക്കൻഡ് സമയം ഈ പറയുന്ന സുഹൃത്ത് ശ്യാമിനെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ ശ്യാമേട്ടൻ വന്നിട്ടുണ്ട്, ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള കാര്യം ഈ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി, കേസിൻ്റെ ഭാഗമായി കുറ്റപത്രത്തിലും അതുപോലുള്ള മൊഴികളിലും കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സുഹൃത്താണ് പോലീസിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ പോലീസ് അവിടത്തേക്ക് എത്തി പരിശോധന നടത്തുന്നു. അങ്ങനെയുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുന്നതിന് വേണ്ടിയിട്ടും ഇടയായിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഭാഗമായി 49ഓളം തന്നെ പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. അതിന് പുറമെ 40ഓളം തന്നെ തൊണ്ടിമുതലുകൾ, ഈ ആയുധങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന് പുറമെ 102ഓളം തന്നെ രേഖകൾ ഇതിൻ്റെ ഭാഗമായി ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ, ഈ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട്, അതിന് പുറമെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഇതിൻ്റെ ഭാഗമായി ഒരു അതിദാരുണമായിട്ടുള്ള കൊലപാതകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ ആസൂത്രിതമായിട്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിലും പോലീസ് കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ശ്യാംജിത്ത് കൊലപാതകം നടത്തുന്നതിൻ്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ആസൂത്രണം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നടത്തിയിരുന്നു. അദ്ദേഹം ഒരു സിനിമയെ അനുകരിച്ചുകൊണ്ട്, ഒരു ഹൊറർ മൂവിയെ അനുകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അതിൻ്റെ ആയുധങ്ങളും സാമഗ്രികളും എല്ലാം സമാഹരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ്. തുടങ്ങിയിട്ടുള്ള 2 ദിവസം മുമ്പ് കൂത്തുപറമ്പിലെ കടയിൽ നിന്ന് ഈ ശ്യാംജിത്ത് ചുറ്റികയും കയ്യുറയും വാങ്ങിയിരുന്നു. ഇവ വാങ്ങുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും നിർണായകമായ ഒരു തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബാഗിൽ, ഈ വീട്ടിലേക്ക് കയറി വരുന്നത് ഉച്ചയ്ക്ക് മുൻപ് ഈ ശ്യാംജിത്ത് വീട്ടിലേക്ക് കയറി വരുന്നത് ബാഗിൽ മാരകായുധങ്ങളുമായിട്ടാണ്. അതിനുശേഷമാണ് കഴുത്തിൽ ആക്രമിച്ച്, അക്ഷരാർത്ഥത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന നിലയിലാണ് വിഷ്ണുപ്രിയ അവിടെ മരിച്ചു കിടന്നതായി അമ്മ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കാണുകയും ചെയ്തത്.